Next, context of a process, static and dynamic. Process context is its current state. ചുരുക്കി എന്ന് പറയാം, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രോസസ്സാവും. ദെൻ ഒരു മെമ്മറിയിൽ നമ്പർ ഓഫ് പ്രോസസ്സുകൾ കാണും. ഇതുപോലെ പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഈ പറയുന്ന പ്രോസസ്സുകൾ ഓരോന്നും പ്രോസസ്സറിൽ അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം വന്ന പ്രോസസ്സ് ഇതാണ്, നമ്പർ 1. ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡേറ്റ സ്ട്രക്ചേഴ്സായ പേജ് ടേബിൾ, ഫയൽ ടേബിൾ, ഐനോഡ് ടേബിൾ, ഇതിലൊക്കെ ഈ പറയുന്ന പ്രോസസ്സിൻ്റെ ഡേറ്റ ആയിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ചും പ്രോസസ് ടേബിളിൽ അതെപ്പോഴും ഡൈനാമിക് ആയിരിക്കും. ഇത് ചെയ്ത് ഹാഫ് ആയെന്ന സമയത്താണ് നെക്സ്റ്റ് പ്രോസസ്സ് വരുന്നത്. രണ്ടാമത്തത് പ്രയോറിറ്റി കൂടുതൽ ഒന്നിനേക്കാളും 2 ആയതുകൊണ്ട്, എന്തോ ഒരു സാഹചര്യത്തിൽ 2 ആയതുകൊണ്ട് 2വിന് വേണ്ടിയിട്ട് ഈ പ്രോസസ്സ് ഹാർഡ് ഡിസ്കിലോട്ടോ അല്ലെങ്കിൽ ക്യൂവിലോട്ടോ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ക്യൂവിൽ സ്റ്റോർ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഈ പറയുന്ന പ്രോസസ്സ് പകുതിയേ ചെയ്തുള്ളൂ. പകുതി ചെയ്ത കണ്ടൻറ്റ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പുതിയ വരുന്ന പ്രോസസ്സിൻ്റെ കാര്യങ്ങളായിരിക്കും നെക്സ്റ്റ് ഡൈനാമിക്കായിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം പഴയതിൻ്റെത് സ്വിച്ച് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ പ്രോസസ്സ് കഴിയുന്ന സമയത്ത് നെക്സ്റ്റ് പ്രയോറിറ്റി നോക്കുമ്പം നെക്സ്റ്റ് ഒന്നാണ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമുക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ട് ചെയ്യാതെ മിഡ് വേ എവിടെയാണ് നിർത്തിയത് അവിടെ തൊട്ട് കണ്ടിന്യൂ ചെയ്ത് വേണം കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ തൊട്ട് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് വഴി സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റകളെല്ലാം ഒന്നേന്ന് വീണ്ടും ഡേറ്റ സ്ട്രക്ചേഴ്സിൽ ലോഡ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുക. ഇതാണ് പ്രോസസ്സിൻ്റെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. പ്രോസസ് കോണ്ടെക്സ്റ്റ് ഈസ് ഇറ്റ്സ് കറണ്ട് സ്റ്റേറ്റ്. ഒരു പ്രോസസ്സിൻ്റെ കറണ്ട് സ്റ്റേറ്റാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുക. We need to save the context of current running process so it can be resumed after the interrupt is handled. എന്തെങ്കിലും ഇൻട്രപ്റ്റോ പ്രയോറിറ്റി അനുസരിച്ച് പുതിയൊരു പ്രോസസ്സോ വന്നു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് പ്രോസസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ റെസ്യൂംഡ് ചെയ്ത് വെക്കണം. പ്രോസസ് കോണ്ടെക്സ്റ്റ് ഈസ് ബേസിക്കലി കറണ്ട് സ്റ്റേറ്റ്. പ്രോസസ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടായിട്ടുള്ള രജിസ്റ്റേഴ്സിൽ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളുടെ കറണ്ട് സ്റ്റേറ്റ് ആണ്. വി നീഡ് ടു സേവ് ദ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ആൻഡ് ദ കോഡ് സെഗ്മെൻറ്റ് സോ ദാറ്റ് ആഫ്റ്റർ ദ ഇൻറ്ററപ്റ്റ് ഈസ് ഹാൻഡിൽഡ് വി ക്യാൻ കണ്ടിന്യൂ റണ്ണിങ് ഫ്രം വെയർ വി ആർ സ്റ്റോപ്ഡ്. നമുക്ക് 2 പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ, കോഡ് സെഗ്മെൻറ്റ്, ഈ പറയുന്ന 2 എണ്ണത്തിലും ആണ് പ്രീവിയസ് ആയിട്ടുള്ള ചെയ്തേക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുക. ആഫ്റ്റർ സ്റ്റോറിങ് ദാറ്റ് ഇൻറ്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഇതിനെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ നിർത്തിയ ഇടം അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ദ ഇൻറ്ററപ്റ്റ് ഈസ് ഹാൻഡിൽഡ് വി ക്യാൻ കണ്ടിന്യൂ റണ്ണിങ് ഫ്രം വെയർ വി ആർ സ്റ്റോപ്ഡ്. ദ ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലർ കോഡ് റിസൈഡ് ഇൻ കേണൽ മെമ്മറി. ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലറിൻ്റെ കോഡ് കേണലിലാണ് ഉള്ളത്. ഓൺസ് ആൻ ഇൻറ്ററപ്റ്റ് ഒക്കേഴ്സ് വി ഇമീഡിയറ്റ്ലി സ്വിച്ച് ഫ്രം യൂസർ മോഡ് ടു കേണൽ. ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ യൂസർ മോഡിൽ നിന്നും കേണൽ മോഡിലോട്ട് സ്വിച്ച് ചെയ്യും. ആ സ്വിച്ച് ചെയ്യുന്ന സമയത്താണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് നടക്കുന്നത്. ദ സ്റ്റേറ്റ് ഓഫ് ദ കറണ്ട് റണ്ണിങ് പ്രോസസ് ഈ സേവ്ഡ്. എന്നിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് സേവ് ചെയ്യുന്നു. പാർട്ട് ഓഫ് ഇറ്റ് ഓൺ യൂസർ സ്റ്റാക്ക് ആൻഡ് ദ അതർ പാർട്ട് ഓഫ് ദ കേണൽ സ്റ്റാക്ക് ഡിപ്പെൻഡിങ് ഓൺ ആർക്കിടെക്ചർ. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് യൂസർ സ്റ്റാക്കിലോ കേണൽ സ്റ്റാക്കിലോ ഒക്കെ ആയിട്ടായിരിക്കും കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഈസ് ദ procedure
to restore and store the state of context of the CPU in process control block so that the process execution can be resumed from the same point at a later time. നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്താണെന്ന് പറഞ്ഞു. ആ സമയത്ത് സി പി യുവിൻ്റെ കണ്ടീഷൻ എന്താണോ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നോ പ്രയോറിറ്റി അനുസരിച്ച് പ്രോസസ്സർ ഇപ്പോൾ എന്ത് ഹാൻഡിൽ ചെയ്യുന്നോ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക. റീസ്റ്റാർട്ട് അല്ല, റിസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. ദ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടെക്നിക് എനേബിൾ മൾട്ടിപ്പിൾ പ്രോസസ് ടു ഷെയർ സിംഗിൾ സി പി യു. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മൾട്ടി പ്രോഗ്രാമിംഗ് നടക്കുന്നത്. ദ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഈസ് ദ മേജർ ഫീച്ചർ ഓഫ് മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ ഫീച്ചറാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു പ്രോസസ് 0 എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ഇവിടം വരെയാണ്. ഇത് ഇവിടം വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇത് ഐഡിയലായിട്ടിരിക്കുന്നു. പിന്നെ വീണ്ടും എക്സിക്യൂഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഐഡിയലായിട്ട് ഇരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യം ഐഡിയലായിട്ട് ഇരിക്കുന്ന സമയത്ത് P0ൻ്റെ കണ്ടൻറ്റ് നമുക്ക് പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ സേവ് ചെയ്യണം. ഇൻ്ററപ്റ്റ് ഓർ സിസ്റ്റം കോൾ വന്നത് കൊണ്ടാണ് പ്രോസസ് 0 ഐഡിയലാവേണ്ടി വന്നത്. സേവ് സ്റ്റേറ്റ് ഇൻ ടു പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്, ദെൻ റീലോഡ് സ്റ്റേറ്റ് ഫ്രം പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. മീൻസ് വേറെ ഏതോ ഒരു പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടൻറ്റ് ഉണ്ടായിരുന്ന അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കുക. വീണ്ടും ഒരു ഇൻട്രപ്റ്റ് വരിക. ദെൻ ഇതിൻ്റെ സേവ് നെക്സ്റ്റ് P1ൻ്റെത് സേവ് ചെയ്യുക. ദെൻ ശേഷം P0 വീണ്ടും ലോഡ് ചെയ്യുക. ഈ സമയത്ത് 2 പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്, P0യും P1ഉം. P0യും P1ഉം. P0 ഈ ഭാഗത്ത് ഐഡിയലായിട്ടിരിക്കുന്ന സമയത്ത് P1 വരികയും എക്സിക്യൂഷൻ സമയത്ത് P0 ഐഡിയലാവുകയും പകുതി സ്ഥലം വെച്ചിട്ട് അതിൻ്റെ കണ്ടൻറ്റ് പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ സേവ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് കൺസെപ്റ്റ്.